എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു സെയിൽ അവസാന നിമിഷം നടക്കാതെ പോകുന്നത് എന്ന്? നമുക്ക് ശരിക്കും വേണ്ട ഒരു സാധനം, വിലയും കൊള്ളാം, പക്ഷെ എന്തുകൊണ്ടോ നമ്മളത് വാങ്ങുന്നില്ല. ഇതിന്റെ പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് ഈ വിശകലനത്തിലൂടെ ഒന്ന് നോക്കാം. നമുക്കൊന്ന് ഓർത്തു നോക്കാം. നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോറിൽ കയറി ഒരു സാധനം കണ്ടു, ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു, വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവസാന നിമിഷം ആ തീരുമാനമങ്ങ് ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ശരിയല്ലേ? ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും പരീക്ഷണങ്ങൾ. ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, ഫോണിൽ വരുന്ന OTPക്ക് വേണ്ടി കാത്തിരിക്കണം, 10 തരം പേയ്മെന്റ് ഓപ്ഷനുകൾ കണ്ട ആകെ കൺഫ്യൂഷൻ അടിക്കും. ഒടുവിൽ ദേഷ്യം വന്ന് ആ പേജ് ക്ലോസ് ചെയ്യും. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. വാങ്ങാനുള്ള മോട്ടിവേഷൻ വളരെ കൂടുതലായിരുന്നു, ഒരു സംശയവുമില്ല. എന്നിട്ടും ആ സെയിൽ നടന്നില്ല. ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു സെയിൽ നടക്കാൻ മോട്ടിവേഷൻ മാത്രം പോരാ, വേറെ എന്തോ കൂടി വേണം. അപ്പോൾ എന്താണ് ആ കാണാതായ ഘടകം? അതിന്റെ ഉത്തരം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ BJ ഫോഗിന്റെ വളരെ ലളിതമായ ഒരു ഫോർമുലയിലുണ്ട്. B=MAP. നമുക്ക് ഇതിന്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. ഇതാണ് ആ ഫോർമുല. B=M×A×P. അതായത് ഒരു ബിഹേവിയർ നടക്കണമെങ്കിൽ മോട്ടിവേഷൻ, എബിലിറ്റി, പിന്നെ ഒരു പ്രോംപ്റ്റ്, ഇത് മൂന്നും ഒരുമിച്ച് വരണം. ശ്രദ്ധിക്കുക, ഇത് ഗുണനമാണ്, കൂട്ടലല്ല. അതിന്റെ അർത്ഥം ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ഫലവും 0 ആ പ്രവൃത്തി നടക്കില്ല. മാർക്കറ്റിംഗിലെ തന്നെ ഏറ്റവും ശക്തമായ ആശയങ്ങളിലൊന്നാണിത്. നമുക്കിതിലെ ഓരോ അക്ഷരവും എന്താണെന്ന് നോക്കാം. B എന്നാൽ ബിഹേവിയർ, അതായത് നമ്മൾ കസ്റ്റമർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സെയിൽ, ഉദാഹരണത്തിന് ഒരു പർച്ചേസ്. M എന്നാൽ മോട്ടിവേഷൻ, ആ സാധനം വാങ്ങാനുള്ള തീവ്രമായ ആഗ്രഹം. A എന്നാൽ എബിലിറ്റി, അത് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണെന്നത്. P എന്നാൽ പ്രോംപ്റ്റ്, അതായത് ഇപ്പോൾ ചെയ്യൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ട്രിഗർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ മൂന്നും ഒരേ സമയം ഒരുമിച്ചു വന്നാൽ മാത്രമേ ആ ബിഹേവിയർ നടക്കുകയുള്ളൂ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഓർക്കുന്നില്ലേ? ആളുകൾ വൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. ആ വൈകാരികമായ വേണം എന്ന തോന്നലുണ്ടല്ലോ, അതാണ് ഈ ഫോർമുലയിലെയും അഥവാ മോട്ടിവേഷൻ. ഓക്കേ, അപ്പോൾ കസ്റ്റമറിന് നല്ല മോട്ടിവേഷനുണ്ട്, സാധനം വാങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെയിൽ നടക്കാതെ പോകുന്നത്? ആ വില്ലൻ ആരാണ്? ആ വില്ലന്റെ പേരാണ് ഫ്രിക്ഷൻ. ഒരു കസ്റ്റമറിന്റെ എബിലിറ്റിയെ, അതായത് ഒരു കാര്യം ചെയ്യാനുള്ള എളുപ്പത്തെ ഇല്ലാതാക്കുന്ന പ്രധാന ശത്രുവാണിത്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. 2 വഴികൾ കാണാം. ഇടതുവശത്തുള്ളത് തടസ്സങ്ങൾ നിറഞ്ഞ ഹൈ ഫ്രിക്ഷനുള്ള വഴിയാണ്. വലതുവശത്തുള്ളത് ലളിതമായ ലോ ഫ്രിക്ഷനുള്ള വഴിയും. ഒരു ഉദാഹരണത്തിന്, ഇൻസ്റ്റഗ്രാമിൽ DM ഫോർ പ്രൈസ് എന്ന് കാണുന്നത് ഒരു വലിയ ഫ്രിക്ഷനല്ലേ? എന്നാൽ വില വ്യക്തമായി കൊടുക്കുന്നത് ലോ ഫ്രിക്ഷനാണ്. അതുപോലെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ നിർബന്ധിക്കുന്നത് ഹൈ ഫ്രിക്ഷൻ, എന്നാൽ ഗസ്റ്റ് ചെക്കൌട്ട് ഓപ്ഷൻ കൊടുക്കുന്നത് ലോ ഫ്രിക്ഷൻ. ഏത് വഴിയിലൂടെയായിരിക്കും കസ്റ്റമർക്ക് സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ തോന്നുക? അപ്പോ ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ്. നിങ്ങളുടെ ജോലി കസ്റ്റമറെ മോട്ടിവേറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമാണ് അവരുടെ വഴിയിലെ തടസ്സങ്ങൾ, അതായത് ഫ്രിക്ഷൻ, ഓരോന്നായി എടുത്തു മാറ്റുക എന്നത്. ഈ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ആശയമാണ് കോഗ്നിറ്റീവ് ലോഡ്. നമ്മുടെ തലച്ചോറിന് ഒരു സമയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ തലച്ചോറ് ആകെ ആശയക്കുഴപ്പത്തിലാകും. പിന്നെ ആ സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കും. ഒരു വെബ്സൈറ്റിൽ ഒരേ സമയം 10 ഓഫറുകൾ കാണിക്കുക, കോളേഴ്സ്, വാട്സപ്പേഴ്സ്, വിസിറ്റ് അവർ സ്റ്റോർ എന്ന് 3 ബട്ടണുകൾ ഒരുമിച്ച് കൊടുക്കുക, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ പാരഗ്രാഫുകൾ, ഇതെല്ലാം കസ്റ്റമറുടെ കോഗ്നിറ്റീവ് ലോഡ് കൂട്ടി അവരെ ആ പേജിൽ നിന്ന് ഓടിക്കും, ഉറപ്പാണ്. അതിന്റെ ഫലം വളരെ ലളിതമാണ്. കൺഫ്യൂഷനായ ഒരു കസ്റ്റമർ ഒരിക്കലും ഒരു സാധനം വാങ്ങില്ല. അവരാ വെബ്സൈറ്റ് ക്ലോസ് ചെയ്തു പോകും, അത്രമാത്രം. ശരി, ഇനി നമുക്ക് ഇത് പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഐക്കിയ എന്ന ഫർണിച്ചർ ബ്രാൻഡ് എങ്ങനെയാണ് ഈ B=MAP ഫോർമുല ഉപയോഗിച്ച് അവരുടെ സെയിൽസ് കൂട്ടിയതെന്ന് കാണാം. ഇക്കയുടെ പ്രശ്നം ഇതായിരുന്നു. ആളുകൾക്ക് ഫർണിച്ചർ വാങ്ങാൻ നല്ല മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സോഫ എന്റെ ഈ ചെറിയ റൂമിന് ചേരുമോ എന്ന സംശയം അവരുടെ എബിലിറ്റിയെ കുറച്ചു. ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഫ്രിക്ഷൻ. അതിന് പരിഹാരമായി അവർ ഐക്കിയ ക്രിയേറ്റീവ് എന്ന ഒരു AI ടൂൾ ഉണ്ടാക്കി. ഇതുപയോഗിച്ച് കസ്റ്റമർക്ക് അവരുടെ റൂമിന്റെ ഫോട്ടോയിൽ വെർച്വലായി ഫർണിച്ചർ വെച്ച് നോക്കാം. അതോടെ ആ ഫ്രിക്ഷൻ ഇല്ലാതായി,
എബിലിറ്റി കൂടി, സെയിൽസും വർദ്ധിച്ചു. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്. ഐക്കിയ കൂടുതൽ പണം പരസ്യത്തിന് ചിലവാക്കി മോട്ടിവേഷൻ കൂട്ടാൻ ശ്രമിച്ചില്ല. പകരം കസ്റ്റമറുടെ വഴിയിലെ തടസ്സം എന്താണോ അത് കണ്ടെത്തി നീക്കി. അതായത് എബിലിറ്റിയുടെ പ്രശ്നമാണ് അവർ പരിഹരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുലയിലെ അവസാനത്തെയും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ അക്ഷരത്തിലേക്ക് വരാം. പി അഥവാ പ്രോംപ്റ്റ്. അതായത് ശരിയായ സമയത്ത് ഇപ്പോൾ ചെയ്യൂ എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രധാനമായും 2 തരം പ്രോംപ്റ്റുകളുണ്ട്. ഒന്ന് സ്പാർക്ക് പ്രോംപ്റ്റ്. ഇത് മോട്ടിവേഷൻ കുറവുള്ള ആളുകളിൽ ഒരു ആഗ്രഹം ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഈ അവധിക്കാലത്ത് ഒരു യാത്ര പോയാലോ എന്ന് ചോദിക്കുന്ന ഒരു ഇമെയിൽ ഒരു സ്പാർക്ക് പ്രോംപ്റ്റാണ്. രണ്ടാമത്തേത് ഫാസിലിറ്റേറ്റർ പ്രോംപ്റ്റ്. ഇത് മോട്ടിവേഷൻ കൂടുതലുള്ള എന്നാൽ ആക്ഷൻ എടുക്കാൻ എന്തോ ഒരു തടസ്സമുള്ളവരെ സഹായിക്കാനാണ്. നിങ്ങളുടെ കാർട്ടിലെ സാധനങ്ങൾ തീരാറായി, ഇവിടെ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് പൂർത്തിയാക്കാം എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഒരു ഫാസിലിറ്റേറ്റർ പ്രോംപ്റ്റിന് നല്ലൊരു ഉദാഹരണമാണ്. ഇത് ബിമാപ്പ് ഫോർമുലയുടെ ഒരു ചെറിയ സംഗ്രഹമാണ്. ഉയർന്ന മോട്ടിവേഷൻ, ഉയർന്ന എബിലിറ്റി, പിന്നെ ശരിയായ സമയത്തുള്ള ഒരു പ്രോംപ്റ്റ്. ഇവ മൂന്നും ഒരുമിച്ച് വരുമ്പോൾ സെയില് നടക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ആ സെയില് നമുക്ക് നഷ്ടപ്പെടും. അത്രയുള്ളൂ. അപ്പോൾ ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു കസ്റ്റമറുടെ ആഗ്രഹത്തെ എങ്ങനെ ഒരു ഉറപ്പുള്ള കച്ചവടമാക്കി മാറ്റാം? ഓർമ്മിക്കാൻ ഈ 3 കാര്യങ്ങൾ മതി. 1. ഒരു സെയിൽ നടക്കാൻ മോട്ടിവേഷൻ, എബിലിറ്റി, പ്രോംപ്റ്റ് ഇവ മൂന്നും ഒരുമിച്ച് വരണം. 2. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഫ്രിക്ഷനാണ്. അതിനെ എവിടെ കണ്ടാലും ഇല്ലാതാക്കുക. 3. എല്ലാം ലളിതമാക്കുക. ഒരു പേജിൽ ഒരു സന്ദേശം മാത്രം, ഒരു പ്രവൃത്തി മാത്രം. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു ആപ്പിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് ഫ്രിക്ഷൻ അനുഭവപ്പെട്ടോ? ഒരുപക്ഷെ ആ ബുദ്ധിമുട്ട് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ പർച്ചേസ് പൂർത്തിയാക്കുമായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യൂ. ഫ്രീ ടിപ്സ്, അപ്ഡേറ്റ്സ് എല്ലാം അവിടെ. ലിങ്ക് ഡെസ്ക്രിപ്ഷനിലുണ്ട്.